ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് മെയ് മാസം 13-ാം തീയതിയാണ്. ഈ ദിവസം എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരട്ടെ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സംഖ്യാപുസ്തകം 12-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായം വളരെ ഖേദകരമായ ഒരു അധ്യായമാണ്, എന്നാൽ അതേസമയം തന്നെ സന്തോഷകരമായ ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നെങ്കിൽ ഞാനത് അതിസൗമ്യതയുടെ അനുഗ്രഹം എന്നൊരു തലക്കെട്ട് കൊടുക്കും. അതിസൗമ്യതയുടെ അനുഗ്രഹം. ജന്മനാ തന്നെ സൗമ്യരായ ആളുകളുണ്ട് ലോകത്തിൽ. അലസപ്രകൃതമുള്ള ഫ്ലഗ്മാറ്റിക്കുകൾ, ആ ടെമ്പറമെൻ്റുള്ള ആളുകൾ പൊതുവെ സൗമ്യരാണ്. എന്നാൽ ആ സൗമ്യതയെക്കുറിച്ചല്ല പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച് നമുക്കുണ്ടാകുന്ന സൗമ്യതയെക്കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവിക സൗമ്യതയുള്ളത് നല്ലതാണ് തീർച്ചയായിട്ടും, എന്നാൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ട് നമ്മിലുണ്ടാകുന്ന സൗമ്യതയാണ് യഥാർത്ഥമായ സൗമ്യതയെന്ന് പറയുന്നത്. മോശ ജന്മനാ ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു എന്നറിയില്ല. കൊട്ടാരത്തിൽ നിന്നും മിസ്രൈമ്യ കൊട്ടാരത്തിൽ നിന്നും പാടത്ത് പണിയുന്നതിൻ്റെ സഹോദരങ്ങളുടെ മധ്യത്തിലേക്ക് മോശ ചെന്നപ്പോൾ അവിടെ ഒരു മിസ്രൈമൻ ഇസ്രയേലിനെ അടിക്കുന്നത് കണ്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി മിസ്രൈമിനെ ഒറ്റ അടിക്ക് കൊന്നവനെ കുഴിച്ചു മൂടിയെന്നാണ്. ഒരു സൗമ്യതയുള്ള മനുഷ്യൻ്റെ ദൃഷ്ടാന്തമല്ല നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അതല്ല ഒരു സൗമ്യതയുള്ള മനുഷ്യൻ്റെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. മോശ വിചാരിച്ചു അങ്ങനെ അടിച്ചു കൊന്ന് ഇസ്രയേലിനെ എല്ലാം കൊന്നു കഴിഞ്ഞാൽ ഇസ്രയേൽ മക്കൾ സ്വതന്ത്രരാകും. അത് എവിടെ? അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടാൻ ഒക്കുമോ? അങ്ങനെ വല്ലതും സാധിക്കുമോ? അങ്ങനെ സാധിക്കുകയില്ല. അത് നടക്കുന്നൊരു യാഥാർത്ഥ്യമല്ല. അവിടുന്ന് മോശ ഓടിപ്പോകേണ്ടി വന്നു. മിദ്യാൻ്റെ അടുക്കിലേക്ക് പോകേണ്ടി വന്നു. മിദ്യാൻ്റെ അടുക്കൽ ചെന്നു. അവിടെ 40 വർഷം ജീവിച്ചു. അവിടെ കല്യാണം കഴിച്ചു, മക്കളെയൊക്കെ ജനിപ്പിച്ചു. മോശ അങ്ങനെ ജീവിച്ചു. ഈ അടുത്ത 40 വർഷം, ആദ്യത്തെ 40 വർഷം മിസ്രൈമിൻ്റെ കൊട്ടാരത്തിലായിരുന്നെങ്കിൽ അടുത്ത 40 വർഷം ഈ മിദ്യാന്യരുടെ കൂടെ താമസിച്ച് എത്രോയുടെ കൂടെ താമസിക്കുകയും ഹോരേബിലെ ഒക്കെ ആടുകളെ തീറ്റി മേയിച്ച് 40 വർഷം ആടുകളുടെ പുറകെ നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമുക്കറിയില്ലേ അതിൻ്റെ പ്രയാസം. ഒരാടിനെ മേയിക്കുന്നത് പ്രയാസം. ഒരു പക്ഷേ 10, 200, 300, 500, 1000 ആടുകളുള്ളതായിരിക്കുന്ന ഇത്രോവിൻ്റെ ഈ ആടുകളെയെല്ലാം മേയിച്ച ഈ മലയിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇറങ്ങി നടന്നത് മോശയെ വാസ്തവത്തിൽ സൗമ്യതയുള്ളവനാക്കി തീർന്നു. കോപിക്കാനേ മോശയ്ക്ക് അവസരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കോപിച്ചിട്ട് എന്ത് പ്രയോജനമാണ്? ഒരാട് അങ്ങോട്ട് ഒരാട് ഇങ്ങോട്ട് പോകും, എന്ത് പ്രയോജനമാണ്? ദാഹം, വെള്ളമില്ല, ഭയങ്കര ചൂട്, വെയിൽ, ഒരു മരത്തണലില്ല ചിലപ്പോൾ ഇരിക്കാനായിട്ട്. ഒരുപാട് പ്രശ്നങ്ങൾ. മോശ ഒരു സൗമ്യനായ മനുഷ്യനായി തീർന്നു. സൗമ്യതയ്ക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ കോപത്തെ നിയന്ത്രിക്കുവാനുള്ളതായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഴിവിനാണ് സൗമ്യത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കോപിക്കാതിരിക്കാനല്ല, കോപത്തെ നിയന്ത്രിക്കുവാനും കോപിക്കേണ്ട സമയത്ത് കോപിക്കേണ്ടതുപോലെ കോപിക്കുവാനുമുള്ള കഴിവുള്ള മനുഷ്യരാണ് സൗമ്യരെന്ന് പറയുന്നത്. ആര് കയറി തിരങ്ങിയാലും മിണ്ടാതിരിക്കുന്നത് സൗമ്യതയല്ല, അത് ബലഹീനതയാണ്, അത് സൗമ്യതയല്ല. സൗമ്യനായ മനുഷ്യൻ അങ്ങനെയല്ല. അനീതി കണ്ടാൽ കോപിക്കും, പക്ഷേ പൊട്ടിത്തെറിക്കുകയില്ല. കോപിക്കേണ്ടതുപോലെ കോപിക്കൂ. കണ്ടാൽ ഉടനെ കോപിക്കുകയില്ല. സൗമ്യമായി ശാന്തനായിരിക്കും. കോപിക്കേണ്ട സമയത്ത് താനെ കോപിക്കും. അങ്ങനെ ഒരു മനുഷ്യനാണ്. ലോകത്തുള്ള സകല മനുഷ്യരിലും സൗമ്യനാണ് മോശ എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. എന്നാൽ ഈ മോശയുടെ കുടുംബജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണത്? മോശ ഒരു കൂശ സ്ത്രീയെ വിവാഹം കഴിച്ചു. മോശയുടെ സിപ്പോറ മരിച്ചിട്ടാണോ അല്ലയോ അതറിയില്ല. അന്നത്തെ കാലത്ത് ബഹുഭാര്യത്വമൊക്കെ അനുവദിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണോ അതോ സിപ്പോറ മരിച്ചു പോയോ ഇതൊന്നും നമുക്കറിയില്ല. അതേക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഏതായാലും മോശ ഒരു കൂശസ്ത്രീ എന്ന് പറയുന്ന എത്യോപ്യൻ വുമണാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് വുമണായിരുന്നു. യഹൂദന്മാർ നല്ല ഓറഞ്ച് നിറമുള്ളതായിരിക്കുന്ന ആളുകളാണ്. അവരുടെ ഇടയിൽ ഒരു കറുത്ത സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് കുടുംബത്തിൽ വലിയ പ്രശ്നമായി. മിറിയമും അഹരോനും ഒന്നും അത് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അവരുടെ സഹോദരൻ്റെ ഭാര്യ അങ്ങനെയാണെന്ന് പറയുമ്പോഴേ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. വചനപ്രകാരം പാപമൊന്നും ചെയ്തില്ല. കാരണം ബൈബിളിൽ അങ്ങനെ വർഗ്ഗം അനുസരിച്ച് കല്യാണം കഴിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അവനവൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ളവരെയാണ് സാധാരണ കല്യാണം കഴിക്കുന്നത്. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യമല്ലേ. അപ്പോൾ നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതിയും ഒക്കെ ഉള്ള ആളുകൾ തന്നെ കല്യാണം കഴിക്കുന്നതാണ് ആ നിലയിൽ നല്ലത്. എന്നാൽ ഉപദേശപ്രകാരം ഒന്നും പറയുമ്പോൾ വെള്ളക്കാരെ കല്യാണം കഴിക്കരുതെന്നോ കറുത്തവരെ കല്യാണം കഴിക്കരുതെന്നോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ കല്യാണം കഴിക്കാമെന്നോ മലയാളിയെ കല്യാണം കഴിക്കാമെന്നോ അങ്ങനെയൊന്നും ബൈബിളിലില്ല. പക്ഷേ ഇവിടെ മോശയ്ക്ക് എതിരെ അഹരോനും മിരിയാമും കലാപക്കൊടി ഉയർത്തി. എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് നമുക്കറിയില്ല. ഏതായാലും
മോശയുടെ നേതൃത്വത്തെയും ശുശ്രൂഷയും മോശയുടെ വിളിയെയും യോഗ്യതയും പോലും അവർ ചോദ്യം ചെയ്തു. നിന്നോട് മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ, നിനക്കെന്നെ പ്രത്യേകത. കാരണം ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം പാവമെന്ന് പറയുന്ന പോലെ മോശ ഈ കൂശസ്ത്രീയെ വിവാഹം കഴിച്ചത് മുതൽ കുടുംബത്തിൽ കലാപമാണ്. മോശയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഇവർക്കൊരല്പം പ്രയാസമാണ്. മോശയുടെ യോഗ്യതയെ അവരെ ചോദ്യം ചെയ്തു. പക്ഷേ ദൈവം അവരുടെ പ്രതികരണത്തെ അംഗീകരിച്ചില്ല. ശക്തമായ ഭാഷയിൽ ദൈവം അവർക്ക് മറുപടി നൽകി. അങ്ങനെ മോശയോട് മത്സരിച്ചതായിരിക്കുന്ന മിരിയമും അതുപോലെ അഹരോനും, മിരിയം അങ്ങനെ ഇരിക്കുന്ന മിരിയൻ്റെ നെറ്റിക്ക് കുഷ്ഠം പൊങ്ങിയെന്നാണ്. നെറ്റിക്ക് കുഷ്ഠം പൊങ്ങി ഒരു കുഷ്ഠരോഗിണിയായിട്ട് മിറിയം മാറി. അഹരോൻ നോക്കിയപ്പോൾ തൻ്റെ സഹോദരിയുടെ നെറ്റിക്ക് ഇതാ കുഷ്ഠം വന്നിരിക്കുന്നു. കുഷ്ഠരോഗിയെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടതെന്നും അവരോട് എന്താണ് ചെയ്യേണ്ടതെന്നും ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പുരോഹിതൻ്റെ, മഹാപുരോഹിതൻ്റെ. അപ്പോൾ ഇപ്പം മിറിയമിനെ പുറത്താക്കി ഒരു കൂടാരത്തിൽ അടച്ചു കളയേണ്ടതാണ്. അതൊരു ചെയ്തു. ഒരാഴ്ച മിരിയത്തെ അവർ മാറ്റി വേറൊരു കൂടാരം അടിച്ചു കൊടുത്തു, ഇവിടെ ജീവിച്ചോളാൻ പറഞ്ഞു. അതെ, ദൈവം പിറുപിറുപ്പ് അനുവദിക്കുന്നില്ല. ദൈവം നിയമിച്ചതായിരിക്കുന്ന നേതൃത്വത്തിനെതിരെ ഏത് കാരണം ചൊല്ലിയായാലും കൊള്ളാം, നേതൃത്വത്തിനെതിരെയുള്ളതായിരിക്കുന്ന മത്സരം ദൈവം അംഗീകരിക്കുന്നില്ല. നമ്മുടെ ആളുകളത് പഠിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. മിരിയം കുഷ്ഠരോഗിയായി അഹരോനാകെ തളർന്നുപോയി. മോശയോട് വിളിച്ചു പറഞ്ഞു, അയ്യോ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ക്ഷമിക്കണമെന്ന് പറഞ്ഞു. ക്ഷമിക്കണം, ഞങ്ങൾ അപരാധമാണ് ചെയ്തതെന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരോട് കരുണ കാണിക്കണമെന്ന്. ദൈവം പറഞ്ഞു, അവരുടെ അപ്പനവരുടെ മുഖത്ത് തൂപ്പിയെങ്കിൽ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലേ, മാറ്റിയിരുത്താൻ പറഞ്ഞു 7 ദിവസം. അങ്ങനെ 7 ദിവസം മിരിയം സൗഖ്യമാകുന്നത് വരെ ഇസ്രായേൽ മക്കൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കളുടെ യാത്രാ വിവരണത്തിൽ ഒരാഴ്ചത്തെ ഇരുളടഞ്ഞ അധ്യായമുണ്ട്, ഒരു പുരോഗതിയില്ലാത്ത അധ്യായം. അവരെല്ലാവരും അങ്ങനെ പാളയമടിച്ച് കിടന്നു. എന്താണ്? അവരുടെ ഇടയിലെ ഒരു വലിയ സ്ത്രീ, ഇസ്രായേൽ മക്കളുടെ സഹോദരിമാരുടെ ശുശ്രൂഷ ചെയ്ത സ്ത്രീയാണ്. നമുക്കറിയാമല്ലോ, ചെങ്കടൽ കിടന്നപ്പോൾ മിരിയം സഹോദരിമാരും കൂടെ ചേർന്ന് പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചത്. അങ്ങനെ അവരുടെ ഇടയിലെ ഒരു ലീഡറാണ്, വിമൻസ് ലീഡർ എന്ന് പറയും. സ്ത്രീകളുടെ ഇടയിലെ ലീഡറാണ് മിരിയം. മിരിയത്തിന് കുഷ്ഠരോഗം പിടിച്ചു. ഇസ്രായേൽ മക്കൾക്ക് മുന്നോട്ട് പോകാനൊക്കുകയില്ല. എന്നാൽ മോശയുടെ പ്രതികരണമാണ് തൻ്റെ സൗമ്യതയുടെ മനോഹരമായ ദൃഷ്ടാന്തമെന്ന് പറയുന്നത്. മോശ ദൈവത്തോട് പറഞ്ഞു, അവളെ സൗഖ്യമാക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. അവളെ സൗഖ്യമാക്കണമേ. അവൾക്ക് നേരിട്ട് ശിക്ഷയുടെ ന്യായത്തെക്കുറിച്ചൊന്നും വേണമെങ്കിൽ തനിക്ക് പറയാമായിരുന്നു. എന്നോട് മത്സരിച്ച് അത് അവൾക്ക് കിട്ടേണ്ട ന്യായമായിരുന്നു. അങ്ങനെ വേണമെന്ന് വേണമെങ്കിൽ മോശയ്ക്ക് പറയാമായിരുന്നു. മോശ അങ്ങനെയല്ല പറഞ്ഞത്. ദൈവത്തോട് പറഞ്ഞു, അവളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. മോശയ്ക്കെതിരെ നടത്തിയ മറുതലിപ്പിനെക്കുറിച്ച് വേണമെങ്കിൽ ആ സമയത്ത് മിറിയമിനോട് പറയുമായിരുന്നു, മിറിയമേ നീ ഓർക്ക്, നീ എന്താ ചെയ്തത്? നീ എന്നെ രക്ഷിച്ച ആളൊക്കെയാണ്, എനിക്കറിയാം. ഫറവോൻ്റെ പുത്രി എന്നെ എടുത്തപ്പോൾ നീ ഓടിച്ചെന്ന് എന്നെ രക്ഷിക്കുകയൊക്കെ ചെയ്തു, അതൊക്കെ അറിയാം എന്ന് വിചാരിച്ച് ദൈവം നിയമിച്ചതായിരിക്കുന്ന എനിക്കെതിരെ നീ ശബ്ദം ഉയർത്തിയോ, കലാപം ഉയർത്തിയോ? ഈ 22 ലക്ഷത്തോളം വരുന്നതായിരിക്കും ജനസമൂഹം പലപ്പോഴും മോശയ്ക്കെതിരെ കല്ലെറിയുകയും ശബ്ദം ഉയർത്തുകയും ചെയ്തു. പക്ഷേ സ്വന്തം സഹോദരി മോശയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയപ്പോൾ അത് മോശയ്ക്ക് സഹിക്കാൻ വയ്യാത്തൊരു അനുഭവമായിരുന്നു. പക്ഷേ മോശ അതൊന്നും പറഞ്ഞില്ല. മോശ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. കർത്താവ് പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ സൗഖ്യമാക്കി. ഈ മോശയെക്കുറിച്ചാണ് പറഞ്ഞത്, സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നുവെന്ന്. തന്നെ ഉപദ്രവിച്ചവരോടും തന്നെ അപമാനിച്ചവരോടും പ്രതികാര മനോഭാവം കൂടാതെ അവരുടെ നന്മയെ മാത്രം ലക്ഷ്യമാക്കി അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്ന ഒരു മാനസിക അവസ്ഥയാണ് മോശയ്ക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനാണ് സൗമ്യത എന്ന് പറയുന്നത്. നമ്മെ ഉപദ്രവിക്കുന്ന ആളുകളെ ദൈവമേ അവരെ നശിപ്പിക്കണമേ എന്നല്ല പറഞ്ഞത്, അവരെ ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞത്, അവരെ സൗഖ്യമാക്കണമെന്നാണ് പറഞ്ഞത്. യാതൊരു പകയും മോശ മിരിയമിനെതിരെ വെച്ചില്ല. എൻ്റെ സഹോദരി അങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ള സങ്കടം അവനുണ്ടായി എന്നുള്ളതല്ലാതെ ദൈവമേ അവളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ പ്രിയമുള്ളവർ, നാവും സൗമ്യരാകണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ലോകത്തുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നമ്മെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അതൊക്കെ സഹിക്കാൻ വയ്യാത്തത്. നമ്മുടെ ഉദ്ദേശത്തെ, നാം നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളെ അവരെ വളച്ചൊടിച്ച് വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ നമുക്ക് വലിയ മാനസിക അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് മോശയെപ്പോലെ ദൈവമേ അവരോട് ക്ഷമിക്കണമേ, സത്യം അവർക്ക് ബോധ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ശപിക്കാതെ, പത്രോസിൻ്റെ ഭാഷ പറഞ്ഞാൽ ശപിക്കാതെ അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നാം അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ കർത്താവും അത് തന്നെയാണല്ലോ നമ്മോട് പറഞ്ഞത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. അതാണ് നാം ചെയ്യേണ്ടത്. അതാണ്. അതുകൊണ്ട് ഈ സൗമ്യനായിരിക്കുക എന്ന് പറയുന്നത് മോശയ്ക്ക് മാത്രം കഴിയുന്നൊരു കാര്യമല്ല, നമുക്ക് കഴിയുന്നൊരു കാര്യമാണ്. മോശയെ പോലെ ഭയങ്കരനായ ഒരു വ്യക്തിക്ക് ഒറ്റയടിക്ക് ഒരു മിസ്രയീമിനെ കൊന്നു മുഴിച്ചിട്ട് ആ മോശയെ പോലുള്ള മനുഷ്യന്
അവന് സൗമ്യതയോട് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞു. ഇസ്രായേൽ മക്കളെ 40 വർഷം മോശ നടത്തിയത് സൗമ്യനായതുകൊണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറക്കി അവരെ ദഹിപ്പിച്ച് കളയാനുള്ളതായിരിക്കുന്ന ടെംപ്റ്റേഷൻ എത്ര പ്രാവശ്യം ഉണ്ടായേനെ. കർത്താവിൻ്റെ ശിഷ്യന്മാർക്ക് പോലും അങ്ങനെയാണ്. ശമരിയിൽ വെച്ച് ശമരിക്കാരവരെ വേണ്ടവണ്ണം സ്വീകരിക്കാഞ്ഞപ്പോൾ ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കി ദഹിപ്പിക്കട്ടെ എന്നാണ് യാക്കോബും ചോദിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ സൗമ്യരല്ല. ചില സമയത്ത് നമ്മുടെ സൗമ്യതകൾ വരും. നമ്മുടെ മീക്ക്നെസ് അല്ല, വീക്ക്നെസ്. ചില ആളുകൾ വീക്ക്നെസ് ഈസ് എ വീക്ക്നെസ് എന്ന് പറയാറുണ്ട്. സൗമ്യത എന്ന് പറയുന്നത് ബലഹീനതയാണ്, നല്ല സൗമ്യത ശക്തിയാണ്. സൗമ്യന്മാരായ ആളുകൾ കർത്താവ് പറഞ്ഞു അവർ ഭൂമി അവകാശമാക്കുമെന്ന് പറഞ്ഞു. കാരണം ദൈവം അവരോട് കൂടെയാണ്, അവർക്കാണ് ദൈവം അനുഗ്രഹം നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് സൗമ്യരായി തീരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ സൗമ്യനാക്കണമേ, കോപത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് എനിക്ക് തരണമേ, എപ്പോഴാണ് കോപിക്കേണ്ടതെന്നും എത്രത്തോളം കോപിക്കണമെന്നും എങ്ങനെ കോപിക്കണമെന്നും നീ എന്നെ പഠിപ്പിക്കണമേ, കോപത്തിൻ്റെ മേലെ എനിക്ക് പൂർണ്ണ വിജയം തരണമേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെ വഹിക്കുവാനും സഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എനിക്ക് നീ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൗമ്യത ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ്. മീക്ക്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്, ബട്ട് മീക്ക്നെസ് ഈസ് സ്ട്രെങ്ത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.